നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7-7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം നിങ്ങൾ 3 ടൈംസ് പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, ഈ റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. ക്യൂൻ ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോർഡ്സ്, King of Cups, 9 of Cups, ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്, സേഫ് ആണെന്നൊക്കെ വിചാരിക്കുന്നു. സീ ഗായ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രേയേഴ്സിൽ ഏറ്റവും കൂടുതൽ അവരെയും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇന്ന് മുതൽ ഇതുവരെ എനിക്കറിയില്ല എന്താണെന്ന് നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടാവാം എന്നാണ് എൻ്റെ ട്രസ്റ്റ്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നന്നായിട്ട് പ്രെയർ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയിട്ട് അവരവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നുള്ളത്. സോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ജന്മം. സോ ചെയ്യുക കേട്ടോ. അങ്ങനെ മൂൺ, 8 of Pentacles, 10 of Swords, the Sun, Wheel of Fortune and 6 of Pentacles. Okay. സൈൻസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ, എർത്ത് സൈൻ ആക്റ്റീവ് ആണ്. ദെൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. ദെൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസസ് ആക്റ്റീവ് ആണ്, വാട്ടർ സൈൻ തന്നെ പൈസസ് ആക്റ്റീവ് ആണ്. ദെൻ ജെമിനൈ, ലിബ്ര, അക്വേരിയസ് ആക്റ്റീവ് ആണ്. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഓൾ സൈൻസ് ഇവിടെ ആക്റ്റീവ് ആണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ സൈൻസും അവൈലബിൾ ആണ്, എല്ലാ സൈൻസും ആക്റ്റീവ് ആണ്. ഓക്കെ, ബിക്കോസ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എല്ലാ സയൻസും എല്ലാ രാശികളും അതിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു സയൻസിനെയും പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല. പിന്നെയും നമുക്ക് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് കുറച്ച് പറയാൻ പറ്റുന്നുള്ളത് പൈസസ് ആണ്, അത് വാട്ടർ സൈൻ. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ സൺ, മൂൺ, റേസിംഗ് സയൻസ് ഇവയൊക്കെ ആവാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സയൻസ് നിങ്ങൾക്ക് മാച്ച് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റീഡിങ്സ് കാണാവുന്നതാണ്. കാരണം ഇതൊരു എനർജീസ് ആണ്. നിങ്ങളുടെ എനർജീസ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ബിക്കോസ് ഞാൻ കുറച്ച് ഫ്രീ ആണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ടൈം തന്നെ ഞാൻ നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്ത് തരുന്നുണ്ടാവും. കാരണം വീട്ടിൽ തന്നെ ഉണ്ടാവും കുറച്ച് ദിവസം, റെസ്റ്റാണ്. അപ്പോൾ റീഡിങ്സ് എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ടാവും. നേരത്തെ പോലെ കുറച്ച് റീഡിങ്സ് ഒന്നും അല്ല, നമുക്ക് റീഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് തരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജീസ്, കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു മൊമെൻറ്റിൽ മാറിയിട്ടുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബിഗ് ചേഞ്ചസ് വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു എൻഡിങ്സ് മേ ബി സംഭവിച്ചിട്ടുണ്ടാവാം. മേ ബി ഈ ഒരു ടൈമിൽ ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു എൻഡിങ് ഫേസ് ആണെങ്കിൽ ഈ ഒരു എൻഡിങ്സിനെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയല്ല. ബിക്കോസ് അത് എൻഡ് ആവണ്ട, മനസ്സിലായോ? ആ ഒരു എനർജിയാണ്. അത് എൻഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം അത് എൻഡ് ആവാനായിട്ടുള്ളൊരു കണക്ഷൻ അല്ല. അപ്പോൾ അത് എൻഡ് ആവാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ ഇപ്പം ഈ റിലേഷനിൽ നടക്കുന്ന ഈ ഒരു എൻഡിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി റെഡിയല്ല. വാട്ട് എവർ ദ സിറ്റുവേഷൻസ്, എത്ര ഹാർഡാണെങ്കിലും എനിക്കിപ്പം ഈ ഒരു കണക്ഷൻ എന്താക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കണക്ഷൻ ഇപ്പോൾ ഗീവ് അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സില്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ആക്ച്വലി ദിസ് ഈസ് എ ഗുഡ് എനർജി. ഇതൊരു ബെറ്റർ ആൻഡ് ഗുഡ് എനർജീസ് ആണ്. കാരണം 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കൂടെ. അപ്പം 10 ഓഫ് കപ്സ് മീൻസ് എന്തുകൊണ്ടാണോ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ദിസ് പേഴ്സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. എനിക്ക് ആ ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ എനിക്കൊരു കംപ്ലീഷൻ കിട്ടത്തില്ല എൻ്റെ ലൈഫിൽ.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഒരു വ്യക്തിയായിട്ട് കണക്ഷൻ കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കട്ട് ഓഫ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ് അതെനിക്ക് വലിയ. മനസ്സിലായോ? സെവർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബിക്കോസ് നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ശൂന്യമാണ്. കണ്ടില്ലേ, ഈ നയൻ ഓഫ് കപ്സ് പോലെയാണ് ഇരിക്കുന്നത്. എത്രയൊക്കെ ബൗണ്ടറീസ് ഇവർ കീപ്പ് ചെയ്ത് ഇവർ വലിയ ഈഗോയിൽ ഇരുന്നെന്ന് പറഞ്ഞാലും ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മ എപ്പോഴും ഇവരെ ഫേസ് ചെയ്യാറ്, ഇവർ അഫക്റ്റ് ചെയ്യാറുണ്ട് ആ ഒരു ഇല്ലായ്മ. പക്ഷെ അവർ സംഭവം അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. സെവർ എനർജീസ് ആണ്. ഇവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ആ ഒരു 10 ഓഫ് കപ്സിനെ കവർ ചെയ്ത് വെക്കാൻ മാത്രം അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. സോ ആ ഒരു എനർജി തന്നെയാണ് ഇപ്പോൾ ഇവിടെ റിലേഷനിൽ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എന്നെ മൈൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എനിക്കൊരു ഭാവം തരാത്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മൈൻഡ് തരുന്നില്ല, നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ ഒരു വാല്യൂ ഇല്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് ഇവിടെ നിങ്ങൾക്ക് വരുന്നതിന് മെയിൻ റീസണും ഇത് തന്നെയാണ്. ഇവരുടെ ഈ ഒരു ഹൈഡിങ് പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ്, ഇവരുടെ ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ടാണ്. കിങ് ഓഫ് കപ്സ് എന്താണ്? കിങ് ഓഫ് കപ്സ് എപ്പോഴും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് കിങ് ഓഫ് കപ്സ്. ബിക്കോസ് ദിസ് പേഴ്സൺ ഹാവ് ലോട്ട് ഓഫ് ഡീപ്പർ ലെവൽ ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി എന്നുള്ളൊരു എനർജീസാണ്. അതായത് അത്രയും ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു ബാലൻസിലിരിക്കുന്നു. ആ ഒരു ബാലൻസിലിരിക്കാൻ അവർ ഏബിൾ ആണ്. അതിൽ മനസ്സിലായി, നമ്മൾ പറയത്തില്ലേ വെൽ ബാലൻസ്ഡ് ഒക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് അതിൽ. ആ ഒരു വ്യക്തി ബാലൻസ്ഡ് ആവാൻ റെഡി ആയതുകൊണ്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു എനർജിയിൽ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു എനർജീസ് ആണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിയും വളരെയധികം ഹേർട്ടാണ്. ഇവരും ഭയങ്കരമായിട്ടും ഹേർട്ടാണ്. ലൈക്ക് അല്ലെങ്കിൽ പറയാൻ ഒരു പീരീഡ് ഓഫ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഹാർഡ്ഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സംഭവം ഇമോഷണൽ ലെവലിലാണ് ഈ ഒരു വ്യക്തി ഇത്രയും ഡൗൺ ആയിട്ടിരിക്കുന്നുള്ളത്. ഓക്കെ, ഇമോഷണൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അപ്സെറ്റ് ഹീലായിട്ടുള്ളൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക ഹീസ് ഫീൽ ലൈക്ക് ഇമോഷണലി ചീറ്റഡ്, നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാവും. ലൈക്ക് അതൊക്കെ എനിക്ക് എന്താ പറയുക, അത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ്സിൻ്റെ പേരിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്നെ പറ്റിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരികയാണ്. കാരണം അങ്ങനെ ഒരു തോട്ട്സ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഉള്ളൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു തോട്ട്സ് വരത്തുള്ളൂ. ഇല്ലാത്തവർക്ക് അവളെന്ത് കാണിച്ചില്ല അവനെന്ത് കാണിച്ചാലും എനിക്കെന്താ എന്നുള്ളൊരു തോട്ട്സേ വരുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യണം ലൈക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല, അല്ലെ എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോവരുത് ആ ഒരു വ്യക്തി. ഞാൻ എത്രമാത്രം സ്നേഹിച്ചാണ്, ഞാൻ എത്രമാത്രം ഈ ഒരു കണക്ഷൻ നല്ലത് വേണം എന്ന് ആഗ്രഹിച്ചാണ്, പിന്നെ എന്നെ ഇട്ടിട്ട് പോകുന്നത് എങ്ങനെയാണ്, എന്നെ ഉപേക്ഷിച്ച് എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത് അതെങ്ങനെ സാധിക്കും, എങ്ങനെ അവർക്കത് സാധിക്കുന്നു എന്നുള്ളൊരു തോട്ട്സാണ് ഈ ഒരു വ്യക്തിക്ക്. ഓഫ് കോഴ്സ് നിങ്ങൾ റീഡിങ്സ് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒന്നും ഉള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിയുടെ മനസ്സിലില്ലല്ലോ എന്ന്. ശരിക്കും ഇവരിത് തന്നെയാണ് ചിന്തിക്കുന്നുള്ളത്. പക്ഷേ ഇവരതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് നിങ്ങളോട് നല്ല ഫീലിങ്സും ഇമോഷൻസും ഉണ്ട്, പക്ഷേ ഇവരത് ബ്രേവാണ് അതിനെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രോത്തിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലൊരു ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടായിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് സൈഡിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിലെ മറ്റുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഈ റിലേഷനിൽ നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു ടൈമിൽ അത് പറ്റില്ല, എൻ്റെ പ്രസൻസ് എന്താ പറയുക എൻ്റെ പ്രസൻസിനെ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സ്ഥലം അത് മസ്റ്റായിട്ടും അവിടെ ഈക്വൽ ഗിവൻ്റേക്ക് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ മേ ബി കുറച്ച് പേരൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുണ്ടാകും, അതിലൊരു ലക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. കാരണം നിങ്ങൾ പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സിലാവാം, നിങ്ങളുടെ എന്തായാലും ഈ റിലേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ഇല്ല. പക്ഷേ നിങ്ങൾ റീഡിങ്സ് കാണുന്നുണ്ട് എന്താണ് എനർജി ഷിഫ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ സെൽഫ് ലവിലാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്.
ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർ ഈ റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് ഇടും. കാരണം എഫോർട്ട് ഇട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജിയാണ്. കാരണം എഫോർട്ട് ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും ടോട്ടലി ലോ എനർജിയിലേക്ക് പോകും. പക്ഷെ ഇവർ ഈ ഒരു ലോ എനർജിയിലേക്ക് പോകാനായിട്ടും ഈ ഒരു ലോ എനർജിയിലേക്ക് നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു കണക്ഷൻ വേണം. കാരണം ഏതൊരു ഫോമിലും നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് കംപ്ലീഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനെ വിട്ടുകളയാനായിട്ട് അവർക്ക് മനസ്സില്ല. അത് തന്നെയാണ് ഇവിടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഫേവറിൽ ഈ റിലേഷൻ്റെ ലക്ക് ഈ ലക്ക് ഈ ഒരു വീൽ നിങ്ങളുടെ ഫേവറിലേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീല് നിങ്ങളുടെ ഫേവറിലേക്ക് ടേൺ ചെയ്ത് നിങ്ങളിലേക്ക് ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ഈ റിലേഷനിൽ വരാൻ പോവുകയാണ്. സോ ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിങ്ങൾ സ്ട്രെസ് ഔട്ട് ആയിട്ട് ഇരിക്കേണ്ട, അയ്യോ കണക്ഷൻ ഇങ്ങനെ ആയല്ലോ, ആളിങ്ങനെ പോയല്ലോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ ഡൗൺ ആകണ്ട. ഇഗെയിൻ നിങ്ങൾ സെൽഫ് ലവ് തന്നെ ഫോക്കസ്ഡ് ആവുക, സെൽഫ് ലവിൽ തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് എനിക്കതാണ് ഇവിടെ ഈ ഒരു കാർഡ്സിൽ നിന്ന് ഫീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് ഇവർ തിരിച്ചു വരും. ഓക്കെ, ഇവർ തിരിച്ചു വരും. ഇവരുടെ ഫീലിങ്സ് അതാണ്. ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു റൊമാൻറ്റിക് ഫീലിങ്സ് വരുന്നുണ്ട്, റൊമാൻസ് വരുന്നുണ്ട് ഇവർക്ക് നിങ്ങളുമായിട്ട്. പക്ഷേ ഇവർ ആ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഏതെങ്കിലും വിധത്തിലൊക്കെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് നമ്മൾ പറയും എല്ലാവർക്കും സപ്രസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് എന്തൊരു കാര്യവും വെൽമിങ് ആയിട്ടില്ലെങ്കിൽ ഓവർഫ്ലോയിങ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു ആളുടെ ഒരു ഇഷ്ടമാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യം എന്താണേലും ഓവർവെൽമിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് അത്രയും ഇന്നർ സ്ട്രെങ്ത് വേണ്ടി വരില്ല. ലൈക്ക് അതിനുള്ള ഇന്നർ സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. മേ ബി നിങ്ങൾ ഭയങ്കര ഇന്നർ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാവാം, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് അതിനെ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, ഞാൻ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇമോഷൻസിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും കല്ലായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്രയൊക്കെ നിന്നാലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ബ്രേക്ക് ആവും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവർക്ക് ഇവരുടെ ഇന്നർ സ്ട്രെങ്ത് ഇപ്പോൾ ഉള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് അത് അവർക്ക് പറ്റുന്നില്ല. സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഇവർക്ക് ഫിയർ വരുവാണ്, ആൻസൈറ്റി വരുവാണ്, ലോവർ സെൽഫ് എസ്റ്റീം വരുവാണ്. ജസ്റ്റ് ലൈക്ക് പാരലൈസ് ആണ്, അല്ലെങ്കിൽ പാരലൈസ് ചെയ്യുകയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പം പെട്ടെന്ന് നമുക്ക് സൈക്കിക് അറ്റാക്ക് ഒക്കെ വരുന്നത് നമ്മൾ പറയത്തില്ല. ഒരു ടൈമിൽ പെട്ടെന്ന് സൈക്കിക് അറ്റാക്സ് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ബോഡി പാരലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളങ്ങ് ഇല്ലാണ്ടായി പോവുകയാണെന്നൊക്കെ ഉള്ളൊരു എനർജി നമുക്ക് വരത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജി. ലൈക്ക് ഈ ഒരു റിലേഷൻ എൻഡായി പോയോ, ഇതെങ്ങനെ സംഭവിച്ചത്, എങ്ങനെ എൻഡായി എന്നുള്ള ഒരു എനർജിയിൽ ശരിക്കും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും സൈക്കിക് അറ്റാക്ക് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ഈഗോ എന്നുള്ള ആ ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഒന്നുമല്ല എന്നുള്ളൊരു എനർജിയിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്ക്. ഇവർ ഭയങ്കര ലോ എനർജിയിലാണ് ഈ ഒരു ടൈമിൽ. പിന്നെ മൂഡ് ഫ്ലക്ച്വേഷൻസ് വരുന്നു, മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് നല്ല കാര്യങ്ങൾ നല്ല രീതിക്ക് റിലേഷനെ കുറിച്ച് ചിന്തിക്കും. ചില സമയത്ത് ഇവർക്ക് ശരിക്കും ലോ എനർജിയിലേക്ക് പോകും. രണ്ട് തരത്തിൽ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ മൂഡ് സ്വിങ്സ് വരത്തില്ലേ, ആ ഒരു എനർജീസാണ്. ബാലൻസിൽ നിൽക്കാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തിക്ക്. എപ്പോഴും ഒരു ടൈമിൽ നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ രീതിയിൽ ഇവർക്ക് മൂഡ് സ്വിങ്സ് വരും. ചില സമയത്ത് ഇവർക്ക് വല്ലാത്ത ഹേർട്ടായിട്ടുള്ള രീതിയിൽ വരും, ഞാൻ ഹേർട്ടാണ്. ചില ടൈമിൽ അൺകണ്ടീഷണൽ, അങ്ങനെ പലതരത്തിലുള്ള ഒരു മൂഡ് സ്വിങ്സ് ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സൻ്റെ. ഓക്കെ, നിങ്ങളിതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആകപ്പാടെ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം സെൽഫ് ലവ് ആണ്. നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാം നിങ്ങളുടെ ഫേവറിൽ വരും. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഫേവറിൽ വരും. ഈ റിലേഷൻ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് നിങ്ങളുടെ ഫേവറിൽ വരും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ആ ഒരു ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം. സോ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.